പോക്കത്ര ശരിയായ പോക്കല്ലല്ലോ മാഡം. ചന്ദ്രബോസിന്റെയും സുസ്മിതയുടെയും ബലത്തിലായിരുന്നു ഈ കളി. ഇനി കുറച്ചു നാളത്തേക്കൊന്ന് അടങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ വേറെ വഴി നോക്കാം. ബെൽറ്റിട്ട വടത്തില് നായ നിന്നില്ലെങ്കിൽ പിന്നെ ചങ്ങലപ്പൂട്ടിടാതെ മാർഗമില്ലല്ലോ. ശത്രുക്കൾ ജയിച്ച് മുന്നേറുകയാണു. വിഷ്ണുവേട്ടനെ ബലിയാടാക്കിയതും എന്നെ തളർത്താൻ വേണ്ടി തന്നെയാ. ഇവൻ ഹംസോ ഇപ്പൊ ദൂതുവായിട്ട് ചെല്ലും. അറിയട്ടെ, ഇതുകൊണ്ടൊന്നും ശാലിനിയെ തളർത്താനാവില്ലെന്ന് എല്ലാവരും അറിയട്ടെ. കാര്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ. ഞങ്ങൾ അല്പം മദ്യകച്ചവടം പ്ലാൻ ചെയ്തപ്പോ എന്തായിരുന്നു നിന്റെയൊക്കെ ഭാവം? പോലീസ് അറിയും, കുടുംബത്തിന് അന്തസ്സിന് കളങ്കം വരും, ചക്കയാണ് മാങ്ങയാണ്. എന്നിട്ട് ഇപ്പൊ എന്തായേ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് അല്പം കൂടെ കടുത്ത പണിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്. സ്പിരിറ്റ് കടത്തൽ. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ചാനലുകാർ നല്ല പബ്ലിസിറ്റി അല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നേ. കളക്ടറുടെ ഭർത്താവല്ലേ ഒന്നാം പ്രതി. അവർക്ക് വേണ്ടുവോളം കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാനും എഴുതി വായിക്കാനും കുറേ ദിവസത്തേക്ക് TV നിറയ്ക്കാനും ഇതിപ്പോൾ വേറൊരു ന്യൂസ് വേണോ? നിന്റെ വിഷ്ണുവേട്ടൻ പോലീസിനെ എക്സൈസിനെയും വെട്ടിച്ച് ചാടി ഓടിപ്പോകുന്നതിന്റെ വിഷ്വൽസേ ചാനലുകാർ 5 മിനിറ്റ് കൂടുമ്പോ മുട്ടിന് പീരയിടുന്നവരെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, ഇനി എന്തു വേണം ശാരദാമ്മയുടെ മക്കൾക്ക്? ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കാരണമായി. രോഹിത്തെ, വിഷ്ണുവേട്ടൻ ആരോ മനഃപൂർവ്വം ചതിച്ചതാ. അല്ലാതെ വിഷ്ണുവേട്ടന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മണ്ടത്തരം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയുള്ളൂ. അവൻ എത്ര കൊള്ളരുതായ്മ ചെയ്താലും നിന്റെയൊക്കെ മുന്നിലേ അവനൊരു മര്യാദരാവനാ. ആളെ മയക്കാനും പെണ്ണുങ്ങളെ സംസാരിച്ചു വീഴ്ത്താനും അവനെ കഴിഞ്ഞ ആളുള്ളൂ. ഈ വീട് പോവെന്ന് വിചാരിച്ചായിരിക്കും അവൻ ഈ പണിക്കൊക്കെ ഇറങ്ങിയത്. എന്ത് പണിയെടുക്കാനും തയ്യാറായതിന്റെ പരിണിത ഫലമാ ഈ സ്പിരിറ്റ് കടത്തൽ. പാവം പിടിച്ച കമലൻ അവൻ പിടികൊടുത്തു. ഇല്ലെങ്കിൽ ഇവൻ അവനെ ബലിയാടാക്കും. പക്ഷേ പോലീസ് കമലിനെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുമെന്ന് ആരും വിചാരിക്കണ്ട. വിഷ്ണുവിനെ അവര് പോക്കും. കയ്യാമം വെച്ച് സ്പിരിറ്റ് കന്യാസം തലയിൽ വെപ്പിച്ച് തെരുവിലൂടെ അവനെ നടത്തിക്കണം. എങ്കിലേ അവന്റെ അഹങ്കാരം അവനെയൊന്ന് പിടിവിട്ട് പോവുള്ളൂ. രോഹിത് ഇങ്ങനെയൊക്കെ തന്നെ പറയണം. ഒരുപാട് കാലം സ്വന്തം അനിയനെ പോലെ കൊണ്ടു നടന്ന ആളാ വിഷ്ണുവേട്ടൻ. അത് മറക്കണ്ട. അത് എന്തിനെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനെ ഒരു അനിയനെ പോലെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി പലത് ഒളിപ്പിക്കാൻ. എന്റെ അമ്മയുടെ മരണം, അതിന് പിന്നിലെ സത്യങ്ങള് എല്ലാം ഞാൻ ഓരോന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എന്നായാലും അതിന്റെ യഥാർത്ഥ സത്യങ്ങളൊക്കെ ഞാനും അറിയും, തെളിയിക്കും ഞാൻ. അന്ന് അവന്റെ അവസാനമാ. അവൻ തീർന്നാ പിന്നെ നിന്റെ കുഞ്ഞേച്ചിട്ട് ഊഴവാ. ശാലിനി വിഷ്ണു ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞ് സ്വയം ബോധം നഷ്ടപ്പെട്ട തെരുവിലൂടെ അവൾ ഓടും. ഇല്ലേ അവളെ ഞങ്ങൾ ഓടിക്കും. അതിനുള്ള വകുപ്പ് കൂടി ഒപ്പിച്ചിട്ടേ ഞാൻ അവനെ തട്ടു. രോഹിത് എന്നെ എന്ത് വേണേലും പറഞ്ഞോ. പക്ഷെ എന്റെ കുഞ്ഞേച്ചിയെയും വിഷ്ണുവേട്ടനെയും പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നെ? ആർക്ക് വേണവഴി നിന്റെയൊക്കെ അനുവാദം? നീയേ എന്റെ അടിമയാ, അടിമ. ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ വിധിക്കപ്പെട്ട എന്റെ അടിമ. നിന്റെ ഈ പൂങ്കണ്ണീരുണ്ടല്ലോ, അതിലൊന്നും ഞാൻ അറിയില്ല.
നീ എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടി തന്നെയാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. രോഹിത്, നിങ്ങള് നന്നാവില്ല. നിങ്ങളുടെ മനസ്സ് നിറയെ പകയാ. അത് നിങ്ങളുടെ സർവനാശത്തിനായി ഒപ്പം കൂടിയിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ജീവിതം നിങ്ങളിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട്ടു മാറിയിരിക്കും. രോഹിത്, ഒരപേക്ഷയുണ്ട്. എന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് ചവിട്ടി താഴ്ത്തിക്കോ. പക്ഷെ പപ്പിയെ ദയവ് ചെയ്ത് ഇതിലേക്കൊന്നും വലിച്ചെഴുക്കരുത്. പപ്പി, പത്മിനി, വിഷ്ണു, അങ്ങനെ പറയടേ. എന്നാലല്ലേ മനസ്സിലാവുള്ളൂ. ഞാൻ അവളെ നിന്റെ കൂടെ കൂടണമെന്ന് പറഞ്ഞത് തന്നെ എന്റെ മകളായിട്ട് ചപ്രപഞ്ചക്കാട്ടിലിട്ട് താരായിട്ട് പാടാനാണെന്ന് നീ വിചാരിച്ചോ? ദ്രോഹിക്കാൻ തന്നെയാടേ, ദ്രോഹിക്കാൻ. ഈ ഒരു അന്തരീക്ഷത്തിൽ അവളെ വളർത്തി അവളുടെ ഭാവി ഇല്ലാതാക്കാൻ തന്നെയാ. ദുഷ്ടം, നിന്നോട് ദൈവം ചോദിക്കും. ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുകയാണേ. പക്ഷെ ചോദിക്കുന്നത് വേറെ ഒരു ടോണിലാണെന്ന് മാത്രം. വല്ലവന്റെ കൊച്ചിനെ നീ എന്തിനാടാ കൂടെ നിർത്തിയിരിക്കണേന്ന്. അപ്പേ അവരോട് ഞാൻ പറയും, മദ്യവും മരാശി ഒഴുകുന്ന ഈ അന്തരീക്ഷത്തിലേ വിഷ്ണുവിന്റെ മകള് വളരും. ഇല്ലെങ്കിൽ ഞാൻ വളർത്തും. തടയാൻ നിനക്കും ആവില്ല, നിന്റെ കുഞ്ഞിക്കും ആവില്ല. എന്തിന്? ഈ പറയണ വിഷ്ണുവിനും പറ്റില്ല. തടഞ്ഞാൽ സത്യാമ്മയുടെ മുന്നിലെ പപ്പിയന്റെ മോളല്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. അപ്പൊ പിന്നെ വിഷ്ണുവിനും ശാലിനിക്കും ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയും കൊടുക്കേണ്ടി വരും. അമ്മയും മകനും മരുമകളും കൂടി ഒരുമിച്ച് കഴിയാൻ എന്റെ ഈ കൊച്ചു രഹസ്യം തടസ്സമാവുകയും ചെയ്യും. ഇത്രയും നാളും എന്നെ ഒളിച്ച് ഒരു രഹസ്യമായിട്ട് നിങ്ങൾ നടന്നില്ലേ? ഇനി ഈ രഹസ്യമായിട്ട് ഞാനൊന്നും നടക്കട്ടെ. ഇതിന്റെ പേരിലുള്ള ഏക ലക്ഷ്യം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക എന്നുള്ളതാ. എന്നിട്ടേ അതിൽ ആനന്ദം കണ്ടെത്തുകാടി. എന്റെ ഇനിയുള്ള വഴി അത് തന്നെയാടേ. രോഹിത്, ഞാൻ എന്റെ പപ്പി മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് പോവാ. ഇനി അവിടെ ആരിരുന്നിട്ടാടി? സ്പിരിറ്റ് കേസിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ കളക്ടർ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന് വഴിവിട്ട് സഹായിച്ചതിന്റെ പേരില് ശാലിനിയുടെ ജോലിയും പോവും. പിന്നെ ഏക ആശ്രയം ആ ഉണക ചായക്കടയാ. അവിടെ പോയി പാത്രവും എടുത്ത് എച്ചിപ്പാത്രം കഴുകാനാ നിന്റെ യോഗമെങ്കിൽ നീ പോടി. ഇവിടെ നിൽക്കുമ്പോ എന്റെ കുത്തുവാക്കുകൾ കേട്ടേ പറ്റൂ. പിന്നെ ഞാൻ കൽപ്പിക്കുന്നതനുസരിച്ച് എന്റെ കാൽ ചുവട്ടി കിടക്കണം. ചിലപ്പോ ഞാനേ ഉപദ്രവിച്ചെന്നൊക്കെ ഇരിക്കും. മറുത്തൊന്നും പറയാതെ ക്ഷമിച്ചേക്കണം. കാരണം ഇത് രോഹിത്തിന്റെ സാമ്രാജ്യമാണ്. രോഹിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം. ഇവിടെ എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന വെറും ഒരു പുഴു. അത് മാത്രമാ നീ. വെറും ഒരു പുഴു. അവിടെ അമ്മ എന്തിനാ അമ്മ കരയുന്നേ? അച്ഛൻ പിന്നെയും വഴക്ക് പറഞ്ഞോ?
അമ്മ വരില്ലേ? എന്നെ അമ്മ അങ്ങോട്ടല്ലേ കൊണ്ടുപോകൂ. ശ്യാമാൻറ്റി അവിടുന്ന് പപ്പി വിളിക്കാൻ വരുന്ന മുമ്പ് നമുക്ക് ശാരദാമ്മ വീട്ടിലേക്ക് പോയാലോ? എന്നിട്ട് ശാരദാമ്മയെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം ശ്യാമാൻറ്റിയോട് ഇങ്ങോട്ട് വരണ്ടാന്ന്. ശാരദാമ്മയുടെ ശ്യാമാൻറ്റി ഒന്നും പറയില്ല. എന്നാ പിന്നെ നമുക്ക് പോവല്ലേ? പിന്നല്ലാതെ. ബാ പോവാ. നടാ ഒരു കട്ടൻ കുടിക്കേ. വേണ്ട സാർ. കുടിക്കടാ അങ്ങോട്ട്. തൊണ്ട വരണ്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കുടിച്ചോ. എടാ നീ ചെറുപ്പാ. നീ ഇതിൽ നിരപരാധിയാണെന്നും ലോറി ഓടിച്ചിരുന്നത് നീയല്ലെന്നും അത് വിഷ്ണു ആയിരുന്നുവെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചന്ദ്രബോസ് സാറിന്റെ ടാർഗറ്റ് വിഷ്ണുവാണ്. വിഷ്ണുവിനെ ഈ ലോക്കപ്പിനകത്ത് കിട്ടാൻ വേണ്ടി സാർ എന്ത് കളിയും കളിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നത് നീയാണെന്നറിഞ്ഞാൽ അയാൾ നിന്റെ പരിപ്പിളക്കും. വെറുതെ ഈ ചെറുപ്രായത്തിൽ പണിയെരന്ന് വാങ്ങണോ? നീ മാന്യമായിട്ട് ഉള്ള സത്യം തുറന്നു പറഞ്ഞ് തടിയൂരി പോകാൻ നോക്ക്. ആത്മാർത്ഥതയുടെ പേരും പറഞ്ഞ് കൂമ്പിനിട്ടൊക്കെ ഇടി വാങ്ങിക്കൂട്ടിയ വയ്യാതാവുമ്പോ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. നിന്നെ ഇവിടിട്ട് ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പ്ലാനും പദ്ധതിയും ഇട്ടിട്ടാ ചന്ദ്രബോസ് സാർ പുറത്തേക്ക് പോയത്. സാറ് തിരിച്ചു വരുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചുറപ്പിക്കേ. വെറുതെ ഉള്ള ജീവിതം ഹോസ്പിറ്റൽ വരാന്തയിൽ നിരങ്ങി തീർക്കണ്ടെങ്കിൽ ആ വിഷ്ണു എവിടെയുണ്ടെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. കൊള്ളാം സാർ. എന്താ നേടാ ഇത്? എല്ലാം കുറച്ച് ബിരിയാണി കൂടെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? അല്ല സാർ, ഞാൻ പിന്നെ ഇവന് തൊണ്ട വരണ്ടോന്ന് പറഞ്ഞപ്പോ തന്നെയൊക്കെ ആരാടോ ഈ പോലീസിലെടുത്തത്? വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. കഷ്ടം. എടോ വല്ല അനാഥാലയം നടത്തിയപ്പോ പള്ളിയിൽ അച്ഛനോടം നോക്കാനുള്ളവരൊക്കെ പിടിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കയറ്റിയിട്ടും ഈ കിടക്കുന്നുണ്ടല്ലോ ഇവനെ പച്ചവെള്ളം കിടത്തിന് പിടിച്ചോണ്ട് വന്നല്ല, പിരിറ്റി കിടത്തിനാ. അറിയണോ നിനക്ക്? ആളെ കൊല്ലി. എടോ അപ്പൊ ഇവനെയൊക്കെ നന്മയുടെ ഭാഷ ഉപദേശിച്ചാൽ പറ്റില്ല. അതിനെ തിന്മയുടെ ഭാഷകൾ ഉണ്ടാക്കണം. മനസ്സിലായടോ? അത് തനിക്കറിയാൻ പാടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം. കണ്ടുപഠിച്ചോ. ഇനിയുള്ള സമയത്തെങ്കിലും ഉപകാരപ്പെടട്ടെ. മാഡം, മാഡം, റവന്യൂ മിനിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇങ്ങോട്ടോ? ആ, എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട് മാഡം. മാഡം
ശാലിനിക്കൊപ്പം നിൽക്കാൻ പറ്റില്ല. സർ, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, എന്റെ ഹസ്ബൻഡ് നിരപരാധിയാണ് സർ. ആരോ മനഃപൂർവ്വം ഒരുക്കിയ കെണിയില് വിഷ്ണുവേട്ടൻ പെട്ടുപോയതാ. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ശാലിനി, ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ നമ്മൾ മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം വിശ്വസിക്കുന്നില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ജനങ്ങളുടെ വിശ്വാസമാണ് വലുത്. അത് കഴിഞ്ഞേ വ്യക്തിബന്ധങ്ങൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും സ്ഥാനമുള്ളൂ. എത്ര നാളെയാ നീ നിന്റെ ആശാനും കൂടി ഈ പരിപാടി തുടങ്ങിയിട്ട്? അതെങ്ങനെ ഞങ്ങളുടെ വണ്ടിക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാർ. എടാ, ആ വണ്ടി ഓടിച്ചോണ്ട് വന്ന നിങ്ങളല്ലേടാ? അതിനകത്ത് ലോഡ് കേട്ടുമ്പോ നീയൊക്കെ അവിടെ ഇല്ലേ? പിന്നെ സ്പിരിറ്റ് അതിനകത്ത് എങ്ങനെ വന്നു നിനക്കൊക്കെ അറിയാൻ വയ്യെന്ന് പറഞ്ഞ പോലീസുകാരൻ മണ്ടന്മാരാക്കുകയാണ് നീയൊക്കെ. നിന്റെ കൂടെ ഉണ്ടായിരുന്ന നിന്റെ ആശാൻ, നിന്റെ ചങ്ക് മറ്റവളില്ലടാ, ആ ജില്ലാ കളക്ടർ ഭർത്താവ്. അവനെന്തിനാണ് അവനെ പോലീസിനെ കണ്ടപ്പോ ഓടിയത്? അപ്പൊ അവൻ അറിയായിരുന്നു ഇതിനകത്ത് സ്പിരിറ്റ് ഉണ്ടെന്ന്. ഇനി നീ അറിയാതെ അവൻ അങ്ങനെ ഒരു ബിസിനസ് ഉണ്ടോടാ? ഇവിടെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യാൻ നടക്കുന്ന നിന്റെ ആശാനുണ്ടല്ലോ, നീ അറിയാതെ രഹസ്യമായിട്ട് വല്ല സ്പിരിറ്റ് കളക്കെടുത്തുകൊണ്ടോടാ? സാർ, അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞിട്ട് ആശ മാറിയത്. ആശാനെ വെറുതെ പ്രതിയാക്കണ്ടെന്ന് കരുതി. ഒരു വിശുദ്ധനിൽ വിശുദ്ധൻ. അപ്പൊ നിന്റെ തലയ്ക്ക് ഒരു പ്രഭാവനെ കാണണോടാ? ഇങ്ങോട്ട് നീങ്ങിക്കടാ. എടോ അല്ലേ, എടോ ഇവന്റെ തലയ്ക്ക് അങ്ങനെ വല്ലതും കാണുന്നുണ്ടോ നോക്കണോ? ഈ മഹത് വ്യക്തികൾക്കും ഈ ബുദ്ധനെ പോലുള്ള ആളുകൾക്കും ഉണ്ടാവുന്ന പോലെ ഒരു വട്ടം ഇവന്റെ തലയ്ക്ക് പിന്നിൽ അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കണോ? ഇല്ലല്ലോ സാറേ. ഉണ്ടോ? തനിക്ക് കാണാൻ പാടില്ലാത്തോണ്ടാ. പക്ഷേ എനിക്ക് കാണാം. ഇങ്ങനെ കാണുന്നവരെ കണ്ടുകിട്ടിയാലേ ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയാവോ തനിക്ക്? താൻ വേണേ കണ്ടോ? കൊണ്ടോ ഇപ്പൊ നിനക്ക് എന്റെ മുഖത്തൊരു പ്രഭാവലയം കാണാൻ പറ്റുന്നില്ലേ? നക്ഷത്രങ്ങളുടെ പ്രഭാവലയം, കണ്ണിൽ പൊന്നീച്ച പറക്കുന്ന പ്രഭാവലയം. ഇനി പറയണ, വിഷ്ണു ഏത് മളത്തിലാണ് ഒളിച്ചിരിക്കുന്നേ? എനിക്കറിയില്ല. നിനക്കറിയാം, നിനക്കേ അറിയൂ. നിന്റെ വായിന്ന സത്യം അറിയുന്നതിനും വരെ ഞാൻ നിന്നെ എങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കണം. കാരണം നിന്റെ ആശാനുണ്ടല്ലോ, അവനിലേക്കുള്ള വഴി നീടാ. അത് നീ തുറന്ന് തന്നെ പറ്റത്തോടാ. അല്ലെങ്കിൽ നല്ല ജീവനോടെ നീ ഇതിനകത്ത് പോകത്തിടാ. സാറേ, മതി സാറേ. ഇനി സാറടിച്ച അവൻ ചത്തുപോകും. ചത്തുപോയ കെട്ടിത്തൂക്കൂടോ? എഴുന്നേക്കണം, എഴുന്നേക്കണം. കൂടെയുള്ള ആശാ ചതിച്ചതിന്റെ വിഷമോന്നും പറഞ്ഞ് ഒരു നോട്ട് തയ്യാറാക്കി ഞാനെങ്കിൽ വെക്കൂടാ. ബാക്കി തെളിവൊക്കെ ചന്ദ്രവും തൊപ്പിക്കൂടാ. അവൻ എന്റെ അടുത്ത് രക്ഷകൻ കളിക്കുന്നു. ഒരു തുള്ളി വെള്ളം കൊടുത്തു പോകരുത്. തന്റെ അടുത്ത് കൂടാ പറഞ്ഞേ, കേട്ടോ?
അവന്റെ ഒരു പള്ളിയിലേച്ച കളി ചാവടാ, പന്നി.